ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളുടെ LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വിശദമായ അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒരു 4 പാർട്ടായിട്ട് നമ്മൾ ഈ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? AV കുട്ടിമാളു അമ്മ, T സുനന്ദാമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്കറിൻ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പേരുകൾ നോക്കുമ്പോൾ അറിയാം, AV കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്കറിൻ എല്ലാം കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ആൾക്കാരാണ്. T സുനന്ദാമ്മയാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്ന വ്യക്തി. അവര് ഒരു കന്നഡ റൈറ്ററാണ്, T സുനന്ദാമ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, T സുനന്ദാമ്മ. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ വന്ദേ മാതരത്തിനെ കുറിച്ച് കുറച്ച് ഡൗട്ടുകളൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. വന്ദേ മാതരം എന്ന് പറയുന്നതിൽ ശരിക്കും നമുക്ക് ലാലാ ലജ്പത് റോയ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഉറുദു പത്രം വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു പേരിലുണ്ട്. അത് മാത്രമല്ല, പിന്നെ വന്ദേ മാതരം എന്ന് പറഞ്ഞിട്ട് അരബിന്ദോ ഘോഷ് എഡിറ്റ് ചെയ്തിരുന്ന ഒരു ഇംഗ്ലീഷ് ജേണൽ അഥവാ പത്രവും നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പ്രൊവിഷണൽ ആൻസർ കീയിലെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉറുദു പത്രം. അപ്പോൾ നമ്മൾ അതിനെ പറ്റി ഒന്ന് ജസ്റ്റ് നോക്കാം. ലാലാ ലജ്പത് റോയ് വന്ദേ മാതരം എന്ന ഉറുദു ദിനപത്രവും പീപ്പിൾ എന്ന ഇംഗ്ലീഷ് ദിനപത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ലാലാ ലജ്പത് റോയ് പ്രസിദ്ധീകരിച്ചിരുന്ന 2 പത്രങ്ങളാണ്. അതിലൊരെണ്ണം വന്ദേ മാതരം എന്ന് പറഞ്ഞ പേരിൽ ഉറുദു പത്രം ഉണ്ടായിരുന്നു. ഇനി 1905 ബിപിൻ ചന്ദ്രപാൽ സ്ഥാപിച്ച വന്ദേ മാതരം എന്ന ഇംഗ്ലീഷ് ജേണലാണ് ശ്രീ അരബിന്ദോ ഘോഷ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ 1905 ബിപിൻ ചന്ദ്രപാൽ വന്ദേ മാതരം എന്ന പേരിൽ ഇംഗ്ലീഷ് പത്രം അഥവാ ജേണൽ സ്ഥാപിച്ചിരുന്നു. പിന്നീട് അത് എഡിറ്റ് ഇരുന്നത് അരബിന്ദോ ഘോഷാണ്. അപ്പോൾ ഈ 2 നിലവിലുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ ആ ഒരു പത്രത്തിന്റെ പേര് വന്ദേ മാതരം, ബി ആണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വന്ദേ മാതരം എന്ന് പറയുന്നത് ഉറുദു പത്രമാണ് എന്നുള്ളതിൽ നമുക്ക് ഉറപ്പിക്കാം ആ രീതിയിൽ. പക്ഷെ എന്നാലും അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി മനുഷ്യന് ചില മനുഷ്യാവകാശങ്ങളുണ്ട്, മൗലിക അവകാശങ്ങളുണ്ട്. അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എയിലെ ആളാണ്, ജോൺ ലോക്ക്. ജോൺ ലോക്ക് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ലിബറലിസം എന്നറിയപ്പെടുന്ന ഒരു അമേരിക്കൻ തത്വചിന്തകനാണ് ജോൺ ലോക്ക് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിന് അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ലിബറലിസം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, സൺയാറ്റ്സെന്നിന്റെ തത്വങ്ങളേവ. അപ്പൊ സൺയാറ്റ്സെന്നിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ പറയുന്നത്, സൺയാറ്റ്സൻ ഒരു സൈനിക വിപ്ലവകാരിയും രാഷ്ട്രീയ തത്വചിന്തകനുമായിരുന്നു. അദ്ദേഹം റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റായും കുമിങ്താങ് പാർട്ടിയുടെ ആദ്യ നേതാവായും സേവനമനുഷ്ഠിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള 3 പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ, അതായത് ജനങ്ങളുടെ 3 തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് ആ 3 തത്വങ്ങൾ? ദേശീയത, ജനാധിപത്യം, ജനങ്ങളുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ വെൽഫെയറിസം എന്നിവയാണ് സൺയാറ്റ്സൻ വികസിപ്പിച്ചെടുത്ത ജനങ്ങളുടെ 3 തത്വങ്ങൾ അഥവാ 3 പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇതിലെ ലാസ്റ്റ് പോയിന്റിൽ നിന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ സൺയാറ്റ്സെന്നിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ചൈനീസ് വിപ്ലവകാരിയാണ്, രാഷ്ട്രീയ തത്വചിന്തകനായിരുന്നു, പിന്നെ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ്, കുമിങ്താങ് പാർട്ടിയുടെ ആദ്യ നേതാവ്, പിന്നെ അദ്ദേഹത്തിൻ്റെയാണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. അതിൽ പറയുന്ന 3 കാര്യങ്ങൾ ദേശീയത, ജനാധിപത്യം, ജനങ്ങളുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ വെൽഫെയറിസം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ചോദിച്ചിരിക്കുന്നത് സൺയാറ്റ്സെന്നിന്റെ തത്വങ്ങൾ ഏവാന്നാണ്. നോക്കിയേ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം. അപ്പൊ ദേശീയതയും ജനാധിപത്യവും നമ്മളിപ്പോൾ കണ്ടു. സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കണ്ടില്ല, പകരം വെൽഫെയറിസം അഥവാ ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് കണ്ടത്. സോഷ്യലിസത്തിലും അതാണല്ലോ ലക്ഷ്യമിടുന്നത്, ജനങ്ങൾക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് സോഷ്യലിസത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ 3ാമത്തെ പോയിന്റും സൺയാറ്റ്സെന്നിന്റെ തത്വമായിട്ട് കണക്കാക്കാം. അപ്പോൾ സൺയാറ്റ്സെന്നിന്റെ തത്വം അല്ലാത്തത് ഇപ്പോൾ ഇതിൽ വരുന്നത് സ്വാതന്ത്ര്യം മാത്രമാണ്. അപ്പോൾ ചോദിച്ചത് തത്വങ്ങൾ ഏവ എന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 1, 2, 3.
ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. അടുത്ത UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത്? യുണൈറ്റഡ് നേഷൻസിൽ ഇപ്പം 193 അംഗരാജ്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ആൻസർ നാങ്കിങ് ഉടമ്പടിയാണ്. അപ്പോൾ നമുക്ക് ഒന്നാം കറുപ്പ് യുദ്ധത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്നൊരു ബ്രീഫ് ഡിസ്കഷൻ നോക്കാം. 1839-നും 1842-നും ഇടയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യവും ചൈനയിലെ ക്വിങ് രാജവംശവും തമ്മിൽ നടന്ന സൈനിക ഇടപെടലുകളുടെ ഒരു പരമ്പരയാണ് ആംഗ്ലോ ചൈനീസ് യുദ്ധം എന്നും അറിയപ്പെടുന്ന ഒന്നാം കറുപ്പ് യുദ്ധം. അപ്പോൾ അതിൻ്റെ പീരീഡ് നോക്കിയപ്പോഴാ 1839-നും 42-നും ഇടയിൽ ആരൊക്കെ തമ്മിലാണ് ഈ ഒരു യുദ്ധം നടന്നത്? ബ്രിട്ടീഷുകാരും അതുപോലെ ചൈനയിലെ ക്വിങ് രാജവംശവും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് ആംഗ്ലോ ചൈനീസ് യുദ്ധം. അതിനെയാണ് നമ്മൾ കറുപ്പ് യുദ്ധം, ഒന്നാം കറുപ്പ് യുദ്ധം എന്ന് പറയുന്നത്. കറുപ്പ് വ്യാപാരത്തിന്മേലുള്ള ചൈനീസ് നിരോധനം നടപ്പിലാക്കുന്നതിനായി ബ്രിട്ടീഷ് വ്യാപാരികളിൽ നിന്ന് സ്വകാര്യ കറുപ്പ് സ്റ്റോക്കുകൾ പിടിച്ചെടുത്തത് യുദ്ധത്തിന് കാരണമായി. അതായത് ചൈന കറുപ്പ് വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തി. അപ്പോൾ ആ ഒരു നിരോധനം നടപ്പിലാക്കാൻ വേണ്ടി ചൈനയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് വ്യാപാരികളിൽ നിന്ന് കുറേ കറുപ്പിൻ്റെ സ്റ്റോക്കുകൾ പിടിച്ചെടുത്തു. അപ്പോൾ അത് പെട്ടെന്ന് ഇവർ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി. 1840 ജൂണിൽ ബ്രിട്ടീഷ് റോയൽ നേവി ഒരു പര്യവേഷണം ആരംഭിച്ചു. അത് ആത്യന്തികമായി ചൈനയെ പരാജയപ്പെടുത്തി. അപ്പോൾ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷിൻ്റെ റോയൽ നേവി യുദ്ധത്തിനിറങ്ങി, എന്നിട്ട് ഈ ഒരു ചൈനയെ പരാജയപ്പെടുത്തി. തുടർന്ന് ബ്രിട്ടീഷുകാർ നാങ്കിങ് ഉടമ്പടി അടിച്ചേൽപ്പിച്ചു. ഇത് ചൈനയെ വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കാനും നഷ്ടപരിഹാരം നൽകാനും ഹോങ്കോങ് ദ്വീപ് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാനും നിർബന്ധിതരാക്കി. അപ്പോൾ ഈ ഒരു റോയൽ നേവി വന്ന് ചൈനയെ പരാജയപ്പെടുത്തിയതിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ ചൈനയുടെ മേളിൽ ഒരു ഉടമ്പടി വെച്ചു. നാങ്കിങ് ഉടമ്പടി എന്നാണ് അതിൻ്റെ പേര്. അതോടുകൂടിയാണ് യുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉടമ്പടി പ്രകാരം ചൈനയുടെ വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കാൻ ചൈന നിർബന്ധിതരായി. അതുപോലെ തന്നെ നഷ്ടപരിഹാരം നൽകാനും നിർബന്ധിതരായി. പിന്നെ നഷ്ടപരിഹാരമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഹോങ്കോങ് ദ്വീപ് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാനും ചൈന നിർബന്ധിതരായി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നാങ്കിങ് ഉടമ്പടിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതായിരുന്നായിരുന്നു? അപ്പോൾ നാങ്കിങ് ഉടമ്പടി എന്നാണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. അപ്പോൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് ഇതിന് ഉത്തരം പറയാം. നോക്കാം, ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും തെക്കും ഉള്ള 2 ഉപോഷ്ണ മേഖലകളാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഫിഗർ തന്നിരിക്കുന്നത് നോക്കിയേ, അതിൽ നമുക്ക് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ കാണാം. ആ ഇക്വേറ്ററിൻ്റെ മുകളിലും താഴെയായിട്ട് നമുക്ക് എന്തുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഉണ്ട്, താഴെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ ആ ഒരു അതും കഴിഞ്ഞിട്ട് ഇക്വേറ്ററിൻ്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് കാണാം. അതുപോലെ തന്നെ ഇക്വേറ്ററിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ സദേൺ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡും കാണാം. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമുള്ള ആ ഒരു ഉപോഷ്ണ മേഖലയെയാണ് നമ്മൾ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തമായ കാറ്റ്, പിന്നെ ചെറിയൊരു മഴ, തെളിഞ്ഞ ആകാശം, ഇങ്ങനെയാണ് ഈ ഒരു മേഖല ഉണ്ടാവുക. അതുപോലെ തന്നെ ട്രേഡ് വിൻഡ്സും വെസ്റ്റേർലീസും വ്യതിചലിക്കുന്ന ഉയർന്ന മർദ്ദമുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പ്രദേശം. ട്രേഡ് വിൻഡ്സും വെസ്റ്റേർലീസും ഈ ഒരു ഭാഗത്ത് വ്യതിചലിച്ച് നിൽക്കും. അതുകൊണ്ട് ഉയർന്ന മർദ്ദമുള്ള പ്രദേശമായിട്ടാണ് ഈ ഒരു ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൽ നോക്കിയേ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരിക. നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ ഉപോഷ്ണ മേഖലയാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവിടെ മർദ്ദം കൂടുതലാണ്, അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയായിട്ടാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും പെരിഹീലിയനും അതുപോലെ തന്നെ അപ്ഹീലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ടേംസ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം.
അത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന 2 ടേംസ് ആണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ബിന്ദുവാണ് പെരിഹീലിയൻ. എല്ലാ വർഷവും ഏകദേശം ജനുവരി 3-ന് ഇത് സംഭവിക്കുന്നു. അപ്പോൾ ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്തിരിക്കുന്ന ആ ഒരു പോയിന്റാണ് പെരിഹീലിയൻ. ഏകദേശം ജനുവരി 3-നാണ് ഇവർ ഏറ്റവും അടുത്തിരിക്കുക. ഏകദേശമാണ്, ചിലപ്പോൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറാം. ഏകദേശം ജൂലൈ 4-ന് നമ്മുടെ ഗ്രഹം സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിലെത്തുന്നതാണ് അപ്ഹീലിയൻ. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുന്നതാണ് അപ്ഹീലിയൻ എന്ന് പറയുന്നത്. അത് ജൂലൈ 4-ഓട് അടുത്താണ് ഈ ഒരു അപ്ഹീലിയൻ നടക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഭൂമി സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഭൂമിയും സൂര്യനും അടുത്തടുത്തായി വരുന്നതാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആൻസർ ഓപ്ഷൻ ഡി ആർദ്രത. എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാട്ടർ കണ്ടന്റ് ആണ് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറയുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഹൈദരാബാദിലാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? അപ്പൊ ആൻസർ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. പക്ഷേ ശരിക്കും നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുന്നത് കാക്കിനാഡ, പുതുച്ചേരി ഈ 2 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. പിന്നെ ഇതിൽ കാക്കിനന്ദ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ആൻസർ വരേണ്ടത് കാക്കിനാഡ, പുതുച്ചേരിയാണ്. അപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. ആൻസർ വരുന്നത് കാക്കിനാഡ, പുതുച്ചേരിയാണ് നാഷണൽ വാട്ടർവേ 4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം ഫൈനൽ ആൻസർ കീയിൽ എന്ത് വരുമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശീയ കോണളവ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇതിൽ നോക്കാം നമുക്ക്. ദ പ്ലെയിൻ ഓഫ് എർത്ത്സ് ഓർബിറ്റ് നിങ്ങൾക്ക് കാണാം, സെന്ററിൽ വരച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈൻ. അപ്പോൾ അതാണ് നമ്മുടെ പരിക്രമണ തലം എന്ന് പറയുന്നത്. അപ്പോൾ പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ ആക്സിസും വരച്ചിട്ടുണ്ട്. ആ ഒരു ടിൽറ്റ് ചെയ്ത് ചെരിഞ്ഞിരിക്കുന്ന ആ ഒരു ലൈനാണത്. അപ്പോൾ എർത്ത്സ് ആക്സിസ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ പരിക്രമണ തലവും അതുപോലെ തന്നെ ഭൂമിയുടെ പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശീയ കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. പരിക്രമണ തലം എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് എർത്ത്സ് ഓർബിറ്റ് ആണ്. അവിടെ നിന്ന് ഭൂമിയുടെ അക്ഷാംശീയ കോണളവ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആക്സിസിലേക്കുള്ള ആംഗിൾ എത്രയാണ്? 66.5 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ പരിക്രമണ തലത്തിൽ നിന്നുള്ള ഭൂമിയുടെ അക്ഷാംശീയ കോണളവ് 66.5 ഡിഗ്രി. ഇനി നിങ്ങൾ നോക്കിയാൽ അതുപോലെ തന്നെ ഒരു 23.5 ഡിഗ്രി അവിടെ കാണിച്ചിട്ടുണ്ട്. അതെന്താ നോക്കുക? ഈ ഒരു പ്ലെയിൻ ഓഫ് എർത്ത്സ് ഓർബിറ്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ അതോ ഒരു വെർട്ടിക്കൽ ലൈനാണ് വരച്ചിരിക്കുന്ന മറ്റൊരു ഡോട്ടഡ് ലൈൻ. മുകളിൽ നിന്ന് താഴേക്ക് വരച്ചിരിക്കുന്ന മറ്റൊരു ഡോട്ടഡ് ലൈൻ, ദ വെർട്ടിക്കൽ ലൈൻ ഫ്രം ദി എർത്ത്സ് ഓർബിറ്റൽ പ്ലെയിൻ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആ ഒരു പെർപെൻഡിക്കുലറും എർത്തിന്റെ ആക്സിസും തമ്മിലുള്ള ആംഗിളാണ് 23.5 ഡിഗ്രി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശീയ കോണളവാണ്. അത് 66.5 ഡിഗ്രിയാണ് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് NSS, ദേശീയ സാമ്പിൾ സർവേ ഓഫീസ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ഇതിൽ ഏത് സർവേയാണ് നടത്താത്തതെന്നാണ് ചോദ്യം. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്ക്. തൊഴിലില്ലായ്മ സർവേ, അത് NSS നടത്തും. ഉപഭോക്തൃ ചെലവ് സർവേ, അതും NSS നടത്തും. സാമ്പത്തിക സെൻസസും NSS ആണ് നടത്തുന്നത്. പക്ഷേ ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്നത് NSS അല്ല. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ദേശീയ കുടുംബാരോഗ്യ സർവേ അഥവാ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണ്. അപ്പോൾ നമുക്കത് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. അതായത് ദേശീയ കുടുംബാരോഗ്യ സർവേ ആരാണ് നടത്തുന്നതെന്നുള്ള ഒരു ചെറിയ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അപ്പോൾ അത് താഴെ തന്നിരിക്കുന്ന പോയിന്റ് നോക്കുക. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് IIPS നോഡൽ ഏജൻസിയായി
ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ദേശീയ കുടുംബാരോഗ്യ സർവേ അഥവാ NFHS നടത്തുന്നു. ഓക്കെ, അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണ് NFSHന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേശീയ കുടുംബാരോഗ്യ സർവേ എന്ന് മലയാളത്തിൽ പറയാം. അപ്പോൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് നോഡൽ ഏജൻസി ആയിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് എന്ത് നടത്തുന്നത്, ഈ പറയുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്നത്. അല്ലാതെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അല്ല NFHS നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ആരാണ് നടത്തുന്നത് എന്നുള്ളത് അറിയണമല്ലോ. ബാക്കി എല്ലാവരും NSSO ആണ്. ഈ NFHS നടത്തുന്നത് ഈ പറയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ്. നോഡൽ ഏജൻസി വരുന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലർ സയൻസ് ആണ്. ഓക്കെ, അടുത്തത് ഉദാരവൽക്കരണ നയത്തിൽ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? ഉദാരവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബറലൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതിൻ്റെ കീഴിൽ സർക്കാർ കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെ മേഖലകളായിരുന്നു പ്രധാനമായിട്ടെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് വ്യാവസായിക മേഖലയിലും ധനകാര്യ മേഖലകളിലുമാണ് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായും സർക്കാർ നടത്തിയ പരിഷ്കാരങ്ങളുള്ളത്. അപ്പോൾ വ്യാവസായിക ധനകാര്യ മേഖലകളിലാണ് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്നവ ശ്രേണികളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ പറയുന്നതിൽ വെച്ചിട്ട് മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ, പിന്നീട് പഞ്ചാബ്, പിന്നീട് ബീഹാർ. അപ്പം ഇങ്ങനെയാണ് കറക്റ്റ് ഓർഡർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏത്? ഓരോന്നായിട്ട് നോക്കാം. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. നീതി ആയോഗ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രാമ ലെവലുകളിലേക്കൊന്നും പോവാറില്ല. അപ്പം അത് നീതി ആയോഗിന്റെ ഒരു ഡ്യൂട്ടി അല്ല. അടുത്തത്, മത്സരപരവും സഹകരണവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് ശരിയാണ്. കാരണം സ്റ്റേറ്റുകളുടെ ഇടയിൽ അല്ലെങ്കിൽ സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ ഒരു സഹകരണം കൊണ്ടുവരാൻ വേണ്ടി, ഫെഡറലിസം കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയാണ് നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. അതും ശരിയാണ്. പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അതും ശരിയാണ്. അപ്പം ഇതിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിച്ച ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത് വിജയ ബാങ്കും ദേന ബാങ്കുമായിട്ട് ലയിച്ചു 2019 ഏപ്രിൽ 1-ന്. അതിനുശേഷം ഈ ബാങ്ക് ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സംരംഭം ലക്ഷ്യമിടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, നോക്കാം. ഒരു രാജ്യത്തിന്റെ കരമേഖല, അത് രാജ്യത്തിന്റെ ഭൂപ്രദേശമാണ്. വായുമേഖല, അതും രാജ്യത്തിൻ്റെതാണ്. ഒരു രാജ്യത്തിന്റെ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖല, അത് രാജ്യത്തിന്റെ ഭൂപ്രദേശമല്ല. കാരണം ഒരു രാജ്യത്തിന്റെ സമുദ്രാതിർത്തി എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈൽ വരെയാണ്. ആ രാജ്യത്തിന്റെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയാണ് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഭൂപ്രദേശം. ബാക്കി ആ രാജ്യത്തിൻ്റെതല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് 12 നോട്ടിക്കൽ മൈലിന് അപ്പുറമുള്ള സമുദ്രമേഖല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് രാജ്യത്തിന്റെ ഭൂപ്രദേശമല്ല. അടുത്ത ഓപ്ഷൻ ആ രാജ്യത്തിന്റെ തീരപ്രദേശം, അത് സ്വാഭാവികമായിട്ട് ആ രാജ്യത്തിൻ്റെതായിരിക്കും. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. ആ രാജ്യത്തിന്റെ തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ അപ്പുറമുള്ള സമുദ്രമേഖല രാജ്യത്തിന്റെ ഭൂപ്രദേശമായിട്ട് ഉൾപ്പെടുന്നില്ല. അടുത്തത്, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണ്? ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അടിസ്ഥാന ഘടകം അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഭൂപ്രദേശം, അത് രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. ജനങ്ങൾ,
പരമാധികാരം. ഇതൊക്കെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ഘടകമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ഗവൺമെന്റ് മാത്രമാണ്. ഒരു രാജ്യത്ത് ജനാധിപത്യം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോം ഓഫ് ഗവൺമെന്റ് അവിടെ നിലവിലുണ്ടോ? അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് ഏതൊരു രാഷ്ട്രത്തിന്റെയും അടിസ്ഥാന ഘടകമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഭൂപ്രദേശം, ജനങ്ങളും പരമാധികാരം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അടിസ്ഥാന ഘടകമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? രാഷ്ട്രീയ അവകാശങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ശരിയാണ്, അത് രാഷ്ട്രീയ അവകാശമാണ്. ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, അതും ശരിയാണ്, രാഷ്ട്രീയ അവകാശമാണ്. ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, അതൊരു രാഷ്ട്രീയ അവകാശമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏതൊരു പൗരനും അല്ലാതെ തന്നെയുള്ള ഒരു അവകാശമാണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, അതും രാഷ്ട്രീയ അവകാശമായിട്ട് കണക്കാക്കാം. അപ്പൊ ആൻസർ ഇവിടുത്തെ വരുന്നത് 1, 2, 4 മാത്രമാണ് രാഷ്ട്രീയ അവകാശങ്ങളായിട്ട് കണക്കാക്കാൻ കഴിയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തത്, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത് ഏതാണ്? കാര്യനിർവഹണ വിഭാഗം ആണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് കൊണ്ടുവരുന്ന പോളിസീസ് ഒക്കെ നടപ്പിലാക്കാനായിട്ടുള്ള വിഭാഗമാണ് ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പൊ അത് കാര്യനിർവഹണ വിഭാഗമായിട്ടാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? നോക്കാം. രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു, ശരിയാണ്. രാജ്യസഭയ്ക്ക് പ്രത്യേകമായിട്ടൊരു സ്പീക്കറെ തിരഞ്ഞെടുക്കുകയൊന്നുമില്ല. രാജ്യസഭയുടെ സ്പീക്കർ ബൈ ഡിഫോൾട്ട് ആരാണ്? ഉപരാഷ്ട്രപതി ആയിരിക്കും. ഇനി രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. കാരണം എന്താ വെച്ചാൽ രാജ്യസഭ ഒരിക്കലും ഡിസോൾവ് ആയി പോവില്ല. അതിലെ 1/3 മെമ്പേഴ്സ് ഓരോ 2 വർഷം കൂടുമ്പോൾ മാറി മാറി വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ആ സഭയിൽ അംഗങ്ങൾ ഉണ്ടാവും. അതൊരിക്കലും ഡിസോൾവ് ആവില്ല. അതുകൊണ്ട് അതൊരു സ്ഥിരം സഭയാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി രാജ്യസഭാ അംഗങ്ങളെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അല്ല, രാജ്യസഭാ അംഗങ്ങളെ 6 വർഷത്തേക്കായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. രാജ്യസഭയല്ല, ലോകസഭയാണ് ജനങ്ങളുടെ പ്രതിനിധി സഭ. രാജ്യസഭ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് രാജ്യസഭ. അപ്പൊ രാജ്യസഭ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രതിനിധി സഭയാണെന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ തെറ്റായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3, 4 തെറ്റാണ്. 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. കറക്ഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കിയാൽ രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി, ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭകൾ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ സംസ്ഥാന പ്രതിനിധി സഭയാണെന്ന് പറയാം. ഇനി ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ഇപ്പൊ അദ്ദേഹം കേന്ദ്ര മന്ത്രിയല്ല, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതായത് പാർലമെന്ററി അഫയേഴ്സും അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് അഥവാ കേന്ദ്ര സഹമന്ത്രിയായിട്ടാണ് ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്, സഹമന്ത്രി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.